ഇനി ബി.ജെ.പിയുടെ സാധ്യതകളിലേക്ക് ഒന്ന് പോകണം. ബി.ജെ.പി അവരുടെ നേട്ടമുണ്ടാക്കി 3 താമര വിരിയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, സംശയമില്ല. അവർ 2 സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് 3ലേക്ക് ഉയരുന്നു. പക്ഷേ പാലക്കാടും ഒപ്പം മഞ്ചേശ്വരവും അടക്കമുള്ള സ്ഥലങ്ങളിലുണ്ടായ തോൽവി അതും കനത്ത തോൽവിയാണ്. അത് ചിന്തിക്കണം. അവിടുത്തെ പ്രമുഖ നേതാക്കളാണ് പരാജയപ്പെട്ടത്. ഒപ്പം മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച പരാജയം, 2020 മത്സരിച്ച മണ്ഡലങ്ങളിൽ ലഭിച്ച തുച്ഛമായ വോട്ടുകൾ, കൂടെ കൂട്ടിയ സഖ്യകക്ഷികളൊക്കെ ഈ പറഞ്ഞതുപോലെ പാർട്ടിക്ക് ഗുണം ചെയ്തോ എന്നുള്ള ആലോചന, ഇതൊക്കെയാണ് ഇനി പ്രധാനമായും ചർച്ചയ്ക്ക് വരേണ്ടത്. അവിടെയും ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് ഉണ്ടായത് ചരിത്ര വിജയം തന്നെയാണ്. അതിൽ ഒരു തരത്തിലും തിളക്ക കുറയ്ക്കാവുന്ന ഒരു ചർച്ചകളിലേക്ക് ഇപ്പോൾ ആരും കടക്കുമെന്ന് കരുതുന്നില്ല. പക്ഷേ ബി.ജെ.പിക്ക് സ്വാഭാവികമായും നേമത്ത് അവർ വിജയം പ്രതീക്ഷിച്ചിരുന്നു, അത് സംഭവിക്കുകയും ചെയ്തു. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് പിന്നീട് ചർച്ചകൾ കടക്കുമായിരിക്കും. പക്ഷേ കഴക്കൂട്ടത്തുണ്ടായത് വലിയ വിജയമാണ്. ചെറിയ വോട്ടിനാണെങ്കിൽ പോലും ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങളുള്ളതായി കഴക്കൂട്ടം മാറുകയാണ്. അവിടെ CPM-ന്റെ ഉറച്ച ഒരു സീറ്റ് കടകംപള്ളി സുരേന്ദ്രൻ നേതാവിനെ പരാജയപ്പെടുത്തി വി മുരളീധരൻ ജയിച്ച വലിയ നേട്ടം തന്നെയാണ്. ചാത്തന്നൂരിൽ അവിടെ കുറേ വർഷങ്ങളായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഗോപകുമാറിന് ലഭിച്ച വ്യക്തിപരമായ ഒരു ബി.ജെ.പിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് അപ്പുറത്തേക്കുള്ള വ്യക്തിപരമായ ഒരു വിജയമായി കൂടി അതിനെ കാണാം. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ കെ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് ഒരു തവണ വിജയത്തിനടുത്തെത്തി അദ്ദേഹം പരാജയപ്പെട്ടു. ഇത്തവണയും വിജയിക്കും വലിയ പ്രതീക്ഷ വച്ച മണ്ഡലം അവിടെ വലിയൊരു മാർജിനിൽ പരാജയപ്പെടേണ്ടി വന്നു ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്. അത് ബി.ജെ.പിയെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പോകുന്ന ഒന്നാണ്. പാലക്കാട് വലിയ പ്രതീക്ഷ ഉയർത്തിയാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തിയത്. പക്ഷേ നിരവധി അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും അവിടെ വലിയ പരാജയത്തിലേക്ക് ബി.ജെ.പി പോയി. അതും സ്വാഭാവിക ചർച്ചയായി മാറുമെന്ന ഉറപ്പാണ്. ഇതിനപ്പുറത്തേക്ക് ബി.ജെ.പി 3 മണ്ഡലങ്ങളിലെ വിജയത്തിനപ്പുറത്തേക്ക് 6 ഇടത്ത് 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അത്തരം ചില പോസിറ്റീവ് കാര്യങ്ങൾ കൂടി ബി.ജെ.പിക്കുണ്ട്. പ്രത്യേകിച്ചും തിരുവല്ലയിലെ അനൂപ് ആന്റണിയുടെ മുന്നേറ്റമൊക്കെ അസാധാരണമാണ്.